മോർണിംഗ്. നമ്മളിന്ന് കാണുന്നത് റിവ്യൂ ഓഫ് എ സി സർക്യൂട്ട്സിലെ CR സീരീസ് സർക്യൂട്ടും LC സീരീസ് സർക്യൂട്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ AR സീരീസ് സർക്യൂട്ട് കണ്ടു. അപ്പോൾ അതിൽ നമ്മൾ അതിലെ ഫേസ് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഇമ്പിഡൻസ് എന്താണെന്ന് പറഞ്ഞു, വെക്ടർ ഡയഗ്രം പറഞ്ഞു. അതേ കാര്യങ്ങൾ തന്നെയാണ് RC സീരീസ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് സർക്യൂട്ടിലായ LC സീരീസ് സർക്യൂട്ടിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് RC സീരീസ് സർക്യൂട്ട്. RC സീരീസ് സർക്യൂട്ടിലെ കമ്പോണൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു റെസിസ്റ്റൻസും ഒരു കപ്പാസിറ്ററും അപ്ലൈഡ് വോൾട്ടേജിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇവിടെ അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും ഒക്കെ സൈനുസോയ്ഡൽ ഫങ്ഷൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ടതാണ്. അപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിലും EMFൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിലും ഒക്കെ സൈൻ ഫങ്ഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലെ ഫേസ് റിലേഷൻ, അപ്ലൈഡ് EMFും കറണ്ടും തമ്മിലുള്ള ഫേസ് റിലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈഡ് EMF ലാഗ്സ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ എ ഫേസ് 5. കറണ്ടിനെ അപേക്ഷിച്ച് EMF ലാഗ് ചെയ്യുന്നു ബൈ എ ഫേസ് 5 ആണ് നമ്മൾ RC സീരീസ് സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ Z is equal to √R² plus 1/C² ω² ആണ്. ആ എക്സ്പ്രഷനൊക്കെ വരുന്നത് നമ്മൾ കാണും. നമ്മുടെ സർക്യൂട്ട് ഇതാണ്. ഹിയർ ദിസ് ഇസ് ദി അപ്ലൈഡ് EMF വോൾട്ടേജ് സോഴ്സ് വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ. അല്ലേ, ഇവിടെ റെസിസ്റ്റൻസ് ഈ കാണുന്നതാണ് റെസിസ്റ്റൻസ്, ദിസ് ഇസ് ദി കപ്പാസിറ്റർ. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. If the instantaneous value of current is I, that when I is flowing through the resistor R, then there is a potential drop. Right, ഈ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. And that is equal to that is represented by the symbol VR, and that is equal to the Ohm's law പ്രകാരം നമുക്കറിയാം, if I is the current flowing through a resistance, then the potential across the resistance is I into R. VR is equal to I into R ആണ് നമുക്കറിയാം. Okay, now ഈ കറണ്ട് ചാർജുകൾ ഫ്ലോ ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആൻഡ് ഇറ്റ് റീച്ചസ് ദി കപ്പാസിറ്റർ. സിൻസ് AC ആണ്, ഇപ്പോൾ കപ്പാസിറ്റർ AC കറണ്ടിനെ കടത്തിവിടും. സോ സപ്പോസ് Q ഈസ് ദ ചാർജ് accumulated, can be accumulated, which is charge can be accumulated on the capacitor C, and C is the capacitance. Capacitance in the value C ആണെങ്കിൽ നമുക്കറിയാം V potential across the capacitor, potential drop or voltage drop across the capacitor, voltage across the capacitor is VC, which is represented by the symbol VC, and that is equal to Q by C. അപ്പോൾ നമ്മൾ ആ റിലേഷൻ മുമ്പ് കണ്ടതാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് VR ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു I into R, ആൻഡ് കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ VC ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു Q by C. ഓക്കെ, അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ്, ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിലുള്ള കമ്പോണൻസ്, റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും അക്രോസുള്ള വോൾട്ടേജുകളുടെ സം ആയിരിക്കും. സോ V, which is the or V ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, V is equal to VR plus VC ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് നമ്മുടെ ഫേസ് റിലേഷനും ഇമ്പിഡൻസും വെക്ടർ ഡയഗ്രാം ഒക്കെ പറയാൻ പോവാണ് ചെയ്തത്. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു I ആണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് സർക്യൂട്ട്. ലെറ്റ് ഇറ്റ് ബി I0 sin ωt. ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് T എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I0 sin ωt ആയിട്ട് നമ്മൾ എടുക്കും. നമ്മൾ പറഞ്ഞു അപ്ലൈഡ് വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ V എന്നാണ് കാണിച്ചിരുന്നത്, ഇവിടെ E ആയിട്ട് എടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ E എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. അപ്പോൾ E is equal to voltage across resistance plus voltage across the capacitor. So E is equal to നമുക്കറിയാം IR plus Q by C. E is equal to IR plus Q by C. ഐയുടെ വാല്യൂ നമ്മളെടുത്തു, I is equal to എന്താണ്, I0 sin ωt അല്ലേ. അപ്പോൾ I is equal to I0 sin ωt ആണ്. അതേപോലെ കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ്, dQ by dt. ഇൻ ടേംസ് ഓഫ് ചാർജ് എഴുതുകയാണെങ്കിൽ dQ by dt ആണ് അല്ലേ.
ഐക്ക് പകരം ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു? ഐക്ക് പകരം dq/dt is equal to I0 sin omega t എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഇവിടെ ഐക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? dq/dt എന്ന് കൊടുക്കുക. അപ്പോൾ dq/dt is equal to I0 sin omega t ആണ് വരുന്നത്. dq മാത്രമാണ് നിർത്തുക, dt-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ dq is equal to I0 sin omega t into dt. Now നമ്മളിവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ്, കപ്പാസിറ്ററിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? Q കാൽക്കുലേറ്റ് ചെയ്യണം. Q is equal to integral dq ആണ് വരിക. അല്ലേ? Q is equal to integral dq ആണ്. സോ വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? dqൻ്റെ ഇൻ്റഗ്രൽ Q, I0 കോൺസ്റ്റൻറ്റ്, സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഞാനിവിടെ മൈനസ് ഉണ്ട്. മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. സോ യു ക്യാൻ സിംപ്ലി റീപ്ലേസ് ദിസ് ആസ് Q is equal to minus I0 cos omega t by omega. Q is equal to minus I0 cos omega t by omega ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 3യിൽ ക്യൂവിന് പകരം നമ്മളിവിടെ Q കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതാണ്. ഈ ഇക്വേഷനിൽ ക്യൂവിന് പകരം എന്തിട്ട് നമ്മൾ എഴുതണം? കറണ്ടിൻ്റെ ഫോമിൽ എഴുതണം. അപ്പോൾ E is equal to ഐക്ക് പകരം നമ്മൾ എഴുതി I0 sin omega t into R പ്ലസ് ക്യൂവിന് പകരം മൈനസ് I0 cos omega t by omega into 1/c. Q/c എന്ന് പറയുമ്പോൾ ദിസ് ഡിവൈഡഡ് ബൈ സി എന്ന് വരും. ഓക്കെ, നൗ രണ്ടിലും I0 ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ I0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ I0 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക R sin omega t ഉണ്ട് മൈനസ് 1/c ഒമേഗ കോസ് ഒമേഗ ടി ഉണ്ട്. അപ്പോൾ E is equal to I0 into R sin omega t മൈനസ് 1/c ഒമേഗ കോസ് ഒമേഗ ടി. ഇനി നമ്മൾ എല്ലാ സർക്യൂട്ടിലും എടുത്തിരുന്നു. സൈൻ ഒമേഗ ടിയുടെയും കോസ് ഒമേഗ ടിയുടെയും കോഎഫിഷ്യൻ്റ് എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് ആ ഒരു ടേം കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊസീജിയർ ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടേക്കിംഗ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സൈൻ ഒമേഗ ടി ആൻഡ് കോസ് ഒമേഗ ടി വിത്തൗട്ട് കൺസിഡറിങ് I0 ഇല്ലാതെ ബാക്കിയുള്ള ടേം ഈ ബ്രാക്കറ്റിനുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. സൈൻ ഒമേഗ ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആറും കോസ് ഒമേഗ ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 1/c ഒമേഗയും എടുക്കുക, സ്ക്വയർ ചെയ്യുക. സോ R സ്ക്വയർ പ്ലസ് 1/c സ്ക്വയർ ഒമേഗ സ്ക്വയർ ആക്കി സം ചെയ്തു. R സ്ക്വയർ പ്ലസ് 1/c സ്ക്വയർ ഒമേഗ സ്ക്വയർ അതെന്തെങ്കിലും എടുക്കുക, റൂട്ട് ഓഫ് ഈ ഒരു ടേം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. നമുക്ക് രണ്ടും ചെയ്താൽ മാത്രമേ ഇക്വേഷൻ വാലിഡ് ആവുള്ളൂ അല്ലേ? സോ വി ആർ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് the entire equation with the term root of R square plus 1/c square omega square അല്ലേ? അപ്പോൾ E is equal to I0 ഉണ്ട് root of R square plus 1/c square omega square into R sin omega t minus cos omega t by c omega all divided by ഈ term ആണ് വരിക root of R square plus 1/c square omega square. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്തു? ഈ ഇവിടെ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നു. ഡിനോമിനേറ്റർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ E is equal to I0 into root of R square plus 1/c square omega square which is equal to R sin omega t divided by root of R square plus 1/c square omega square minus cos omega t by c omega into root of R square plus 1/c square omega square. ഇനി കഴിഞ്ഞ എല്ലാ സർക്യൂട്ട് ചെയ്തതായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനെ സൈൻ ഒമേഗ ടി ലെവലില്ല. അപ്പോൾ ഈ ഒരു ടേം R by root of R square plus 1/c square omega square എന്ന് പകരം cos phi എന്നും അതേപോലെ കോസ് ഒമേഗ ടിയുടെ ടേം ആയിട്ട് വരുന്ന ഈ ടേം 1/c ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് 1/c സ്ക്വയർ ഒമേഗ സ്ക്വയറിന് പകരം സൈൻ ഫൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ E is equal to I0 ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് 1/c സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇതിന് പകരം കോസ് പൈ സൈൻ ഒമേഗ ടി മൈനസ് 1/c ഒമേഗ ഈ മൊത്തം ടേമിന് പകരം എന്താണ്? സൈൻ ഫൈ കോസ് ഒമേഗ ടി എന്നായിട്ട് മാറും. അപ്പോൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇവിടെ എ ആയിട്ട് ഒമേഗ ടി, ബി ആയിട്ട് ഫൈ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഇസ് ഈക്വൽ ടു സൈൻ എ മൈനസ് ബി എന്നാണ് റിലേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ആ റിലേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സൈൻ ഇതൊക്കെ പുറത്തുള്ള ടേമുകളൊന്നും ചേഞ്ച് ഇല്ല. E is equal to I0 root of R square plus 1/c square omega square. This is sin a minus b എന്നുള്ള ഫോമായി സൈൻ ഒമേഗ ടി മൈനസ് ഫൈ എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, നൗ ഇതിൽ വരാവുന്ന മാക്സിമം വാല്യൂ സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിൽ വരാവുന്ന മാക്സിമം വാല്യൂ E0 is equal to എന്താണ് വരിക? I0 into root of R square plus 1/c square omega square ആണ് അല്ലേ? So this is the maximum value. ഈ ടേം ഒഴികെയുള്ള ഇതാണ് ഇതിന് വരാവുന്ന മാക്സിമം വാല്യൂ, ഇക്ക് വരാവുന്ന മാക്സിമം വാല്യൂ, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ E0 അല്ലെങ്കിൽ E max which is equal to E0 അല്ലേ?
നമുക്ക് ഈ I0 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/c² ഒമേഗ സ്ക്വയറിന് പകരം ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, E0 എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ E ഈസ് ഈക്വൽ ടു ഈക്വേഷൻ E ഈസ് ഈക്വൽ ടു ഇതിന് പകരം E0 റൈറ്റ്. അപ്പോൾ E ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഫേസ് റിലേഷൻ പറയുന്നത് അല്ലേ. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആൻഡ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി മൈനസ് 5. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജുകൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF ഈസ് ലാഗിങ് ദ കറണ്ട് ബൈ എ ഫേസ് 5 അല്ലേ. ഇവിടെ -5 ആണുള്ളത്. അപ്പോൾ E0 അല്ലെങ്കിൽ ഇയുടെ വാല്യൂ ഐനെ അപേക്ഷിച്ച് ഒരു -5 ഫേസിൽ ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ 5 ഫേസിൽ ലാഗ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഫേസ് റിലേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു E0 ഈക്വൽ ടു I0 ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/c² ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ E0/I0 ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/c² ഒമേഗ സ്ക്വയർ കിട്ടും. E0/I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ദ ഇഫക്റ്റീവ് ഒപ്പോസിഷൻ ടു ദ കറണ്ട് ഫ്ലോ അല്ലെ, മാക്സിമം വാല്യൂവിൻ്റെ ഒപ്പോസിഷൻ എന്ന് പറയുന്ന പേരാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇംപിഡൻസ്. Z ഈസ് ഈക്വൽ ടു E0/I0 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/c² ഒമേഗ സ്ക്വയർ ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മളിവിടെ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. നമുക്ക് E0 സൈൻ ഒമേഗ ടി മൈനസ് 5 എന്ന് പറഞ്ഞു. ഈ 5 എന്ന് പറഞ്ഞൊരു ഏതാണ് ആംഗിൾ നമുക്കറിയില്ല, എത്രയാണ് വാല്യൂ എന്നറിയില്ല. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം cos 5 sin 5 അല്ലേ. sin 5 ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് cos 5 ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ sin 5/cos 5 ചെയ്യാം. അപ്പം എന്ത് കിട്ടും, 1/c ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് c² ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ r/root of r square plus 1/c² omega square. അപ്പോൾ ഈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/c² ഒമേഗ സ്ക്വയർ ഡിനോമിനേറ്ററുകളിലാണ് വരുന്നത്. അത് രണ്ടും ക്യാൻസൽ ചെയ്യും. ബാക്കി വരിക ഇവിടെ 1/c ഒമേഗ എന്നുള്ളൊരു ടേം ഉണ്ട് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ ഒരു r ഉണ്ട്. അപ്പോൾ 1/c ഒമേഗ ബൈ r എന്ന് പറയും, ദാറ്റ് ഈസ് 1/c ഒമേഗ r എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ tan 5. നമുക്ക് കപ്പാസിറ്റൻസ് അറിയാം, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അറിയാം, നമ്മളെടുത്ത സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം എങ്കിൽ നമുക്ക് tan 5 കാൽക്കുലേറ്റ് ചെയ്യാം. tan 5 കിട്ടിക്കഴിഞ്ഞാൽ അതിന് 5 കാൽക്കുലേറ്റ് ചെയ്യാം. tan ഇൻവേഴ്സ് 1/c ഒമേഗ r. അപ്പോൾ അത് നമുക്ക് എത്ര ഫേസിലാണ് ഇത് ലാഗ് ചെയ്യുന്നത്, EMF ലാഗ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ EMFൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞു, ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞു. നൗ വി ആർ മൂവിങ് ടു ദ വെക്ടർ ഡയഗ്രം. വെക്ടർ ഡയഗ്രാം ആൻഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ സർക്യൂട്ടിൽ എത്രത്തോളം എനർജി സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് പവർ ഫാക്ടർ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടേം cos 5. cos 5 തന്നെയാണ് ഇവിടെയും പവർ ഫാക്ടർ ആയിട്ട് വരുന്നത്. ആൻഡ് ഹിയർ cos 5യുടെ എക്സ്പ്രഷൻ നമുക്കറിയാം എന്താണ്, r/root of r square plus 1/c² omega square ആണ് cos 5. r/root of r square plus 1/c² omega square, which is the power factor in RC series circuit. ആണ് പവർ ഫാക്ടർ വരിക, which is the amount of energy to be spent in an RC series circuit. Okay, now vector diagram. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ഇവിടെയും വെക്ടർ ഡയഗ്രാം നമ്മൾ എടുക്കുകയാണ്. സപ്പോസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തുള്ളത് കറണ്ട് ആണ്. സോ കറണ്ട് ആണ് ഏത് ആക്സിസിലുള്ളത്, എക്സ് ആക്സിസിലുള്ളതെന്ന് വിചാരിക്കാം. ഈ സർക്യൂട്ടിൽ നമുക്കുള്ളത് ആരൊക്കെയാണ്, റെസിസ്റ്റൻസും കപ്പാസിറ്ററും. സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അപ്ലൈഡ് EMFഉം കറണ്ടും സെയിം ഫേസിലായിരിക്കും. അപ്പോൾ ഇതാണ് എക്സ് ആക്സിസ് ആണ് കറണ്ടിൻ്റെ. ഇവിടെ ഐ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ഐയും കൂടി ഉള്ളതാണ്. അപ്പോൾ എക്സ് ആക്സിസിലാണ് കറണ്ട് ഉള്ളതെങ്കിൽ അതേ ആക്സിസിൽ തന്നെയാണ് ആരുണ്ടാവുക, വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഉണ്ടാവുക. VR is along the same axis itself. ഓക്കെ, ഇനി സർക്യൂട്ടിലുള്ളത് ആരാണ്, RC. രണ്ടാമതാരാണ്, കപ്പാസിറ്ററാണ്. ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ, അതായത് നമ്മൾ പറഞ്ഞു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് ദ EMF ബൈ എ ഫേസ് π/2 ആണ്. കറണ്ട് EMFനേക്കാളും π/2 റേഡിയൻസ് ലീഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, EMF കറണ്ടിനേക്കാളും π/2 ഫേസ് ലാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുമ്പോഴാണ് ലീഡിങ്ങിലേക്ക് വരിക. അപ്പോൾ ക്ലോക്ക് വൈസ് പോയി കഴിഞ്ഞാൽ ലാഗിങ് വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വരച്ചു. ദാറ്റ് ഈസ് ദ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജിൻ്റെ കണ്ടീഷൻ. ഇത് നമ്മൾ ഓൾറെഡി പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ വെക്ടർ ഡയഗ്രത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കറണ്ട് ഇതിൽ, VR ഇതിൽ, VC ഇതിൽ. നമുക്ക് വേണ്ടത് രണ്ടും കൂടിയുള്ള സർക്യൂട്ടാണ് ഇതിൽ, RC സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഫേസ് ലാഗ് ഉണ്ട്, അത് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ
റിസൾട്ടൻറ്റ് ഡയഗണൽ ആയിട്ട് എടുത്തുള്ള റിസൾട്ടൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ പ്രൊവൈഡ് ദ വാല്യൂ ഓഫ് effective value of applied EMF or how much the applied EMF lags behind the current. EMFന്റെ എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞാൽ ഇതൊരു വെക്ടറിൻ്റെ എക്സ്പ്രഷൻ പോലെയാണ് വരുന്നത്, റിസൾട്ടൻ്റ് പോലെയാണ് വരുന്നത്. √VR² പ്ലസ് VC² ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ അപ്ലൈഡ് EMF ആൻഡ് വിച്ച് ഇസ് ലാഗിങ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ എ ഫേസ് ഫൈ. ഫൈ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ലാഗ് ആണ്. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഫൈ ബൈ കോസ് ഫൈ. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC ആണ്, അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ VR ആണ്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q/C എന്ന് കിട്ടും. ആൻഡ് അല്ലെങ്കിൽ IXC കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവായിട്ട് ഇവിടെ XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ഓക്കെ, IXC ആണ് VC എന്ന് പറയുന്നത്. VR എന്ന് പറയുന്നത് IR. അപ്പോൾ Iയും ക്യാൻസൽ ചെയ്തു. XC/R. XC എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ റിയാക്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 1/C ഒമേഗയാണ് നമ്മൾ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഫൈ = 1/C ഒമേഗ × R എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിലേഷൻ തന്നെയാണ്. ഇത് വെക്റ്റർ ഡയഗ്രത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫൈ = tan ഇൻവേഴ്സ് 1/C ഒമേഗ × R. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ RC സീരീസ് സർക്യൂട്ടിൽ പറയുന്നത്. RC സീരീസ് സർക്യൂട്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ ഓഫ് EMF കറണ്ട്, അതിലെ ഫേസ് റിലേഷൻ, ദെൻ ഇംപിഡൻസ്, ദെൻ ദ വെക്ടർ ഡയഗ്രം. ഓക്കെ, പവർ ഫാക്ടർ ആൻഡ് വെക്ടർ ഡയഗ്രം. നെക്സ്റ്റ് LC സീരീസ് സർക്യൂട്ട്. RC സീരീസ് സർക്യൂട്ട് പറഞ്ഞ പോലെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഈ സർക്യൂട്ടിൽ ആരൊക്കെയാണുള്ളത്? ഇൻഡക്ടറും കപ്പാസിറ്ററും. അതെ, റെസിസ്റ്റൻസ് ആബ്സെൻ്റ് ആണ്. ഇൻഡക്ടറും കപ്പാസിറ്ററും ഈ സർക്യൂട്ടിലുള്ളത്. അപ്ലൈഡ് EMFും കറണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വാരീസ് സൈനുസോയ്ഡലി. സൈനുസോയ്ഡൽ ഫംഗ്ഷൻസ് ആണ് കറണ്ടിനും EMFനും ഉണ്ടാകുന്നത്. ഇവിടെ അപ്ലൈഡ് EMF ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് π/2. ഇവിടെ കറണ്ടിനേക്കാളും π/2 ഫേസ് ലീഡ് ചെയ്തിട്ടാണ് ആരുണ്ടാകുന്നത്? അപ്ലൈഡ് EMF ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ അതേ റിസൾട്ടാണ് അതേ ഫേസ് ഡിഫറൻസ് ആണ് EMFും കറണ്ടും തമ്മിൽ LC സീരീസ് സർക്യൂട്ടിൽ ഉണ്ടാവുക. ഓക്കെ, നൗ സർക്യൂട്ടിലെ ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് L - 1/C ഒമേഗ. Z = L - 1/C ഒമേഗ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പോലെ തന്നെ കാണാം. ദ സർക്യൂട്ട് ഡയഗ്രാം ഇസ് ഹിയർ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ദിസ് ഇസ് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് പാസിംഗ് ത്രൂ ദ ഇൻഡക്ടർ ആൻഡ് ദ കപ്പാസിറ്റർ. Then ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ there is a potential across that which is equal to LdI/dt. നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ടൈമിലൊക്കെ അത് പറഞ്ഞിരുന്നു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. സപ്പോസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു LdI/dt ആണ് വരുന്നത്. ആൻഡ് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ അത് നമ്മൾ നേരത്തെ പറഞ്ഞു Q/C. ജസ്റ്റ് തൊട്ട് മുമ്പത്തെ സെഷനിൽ പറഞ്ഞ തന്നെയാണ് Q/C ആണ് കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്. If Q is the charge that can be accumulated in that capacitor. ഓക്കെ, നൗ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് I = I0 sin ωt എടുക്കാം. I = I0 sin ωt. അപ്പോൾ നമ്മളത് അതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെയും ചെയ്യുന്നത്. VL = LdI/dt അല്ലേ? VL = LdI/dt ആണെന്ന് പറഞ്ഞു. അപ്പോൾ LdI/dt ഫൈക്ക് പകരം I0 sin ωt. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്, കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. d/dt of sin ωt. Sin ωt ഡിഫറൻഷ്യൽ cos ωt into omega. So L/I0 omega cos ωt ആണ് potential across the inductor. Now potential across the capacitor VC is equal to Q/C. Q എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ dQ/dt ആണെന്ന് നമ്മൾ പറഞ്ഞു. I is equal to dQ/dt ആണ്. അപ്പോൾ dQ is equal to നമുക്ക് എന്ത് എഴുതാം? I/dt എന്ന് എഴുതാം. dQ is equal to I/dt. അത് നമ്മൾ ജസ്റ്റ് ഇത് നേരത്തെ അതേ സെക്ഷനിൽ നിന്ന് കിട്ടുന്ന റിലേഷനാണ് കേട്ടോ. dQ is equal to I/dt. Iക്ക് പകരം I0 sin ωt dt ചെയ്തു എന്ന് Q കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് -I0 cos ωt/ω. അത് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. -I0 cos ωt/ω ആണ് Q വരുന്നത്. ആൻഡ് കപ്പാസിറ്റൻസ് C ഉണ്ടല്ലോ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വരും. അപ്പോൾ -I0/C ഒമേഗ ഇൻറ്റു cos ωt ആണ് എന്ത് വരുന്നത്? കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്. ഓക്കെ, നൗ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ I0 ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് I0 L ω cos ωt
കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ളത് മൈനസ് I0 cos ഒമേഗ ടി ബൈ സി ഒമേഗ. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? I0. പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എൽ ഒമേഗ കോസ് ഒമേഗ, രണ്ടിലും കോമൺ ആയിട്ട് I0 ഉണ്ട് കോസ് ഒമേഗ ടി ഉണ്ട്. ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. I0 കോസ് ഒമേഗ ടി രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ I0 കോസ് ഒമേഗ ടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് ആരാണ്? എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ അല്ലേ. I0 കോസ് ഒമേഗ ടി പുറത്തേക്ക് എടുത്ത് ബാക്കി ഉള്ളത് എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ. ഓക്കെ, നൗ കോസ് ഒമേഗ ടി എന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എല്ലാം സൈനിൻ്റെ, നമ്മൾ I0 സൈൻ ഒമേഗ ടി എന്നല്ലേ തുടങ്ങിയത്. അപ്പോൾ സൈനിൻ്റെ റിലേഷനിലേക്ക് നമുക്ക് ഇ എം എഫിൻ്റെ എക്സ്പ്രഷൻ മാറ്റണം. സൈനിൻ്റെ ടേംസിലേക്ക് ഇ എം എഫിൻ്റെ എക്സ്പ്രഷൻ മാറ്റണം. കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് 5/2 സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ 5/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അതേ റിലേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സൈൻ ഒമേഗ ടി പ്ലസ് 5/2 ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഒമേഗ ടി ആയിരിക്കും. സോ ദിസ് ഇസ് റീപ്ലേസ് ലൈക്ക് ദിസ്. ഈസ് ഈക്വൽ ടു I0 L omega മൈനസ് 1 ബൈ സി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5/2. സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ഇ എം എഫ് അതിൻ്റെ മാക്സിമം വാല്യൂ ഉണ്ടാവും. ദാറ്റ് ഈസ് E0 ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? ഇതിന് 1 കൊടുക്കുക. അപ്പോൾ I0 ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗ. E0 ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ I0 ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1 ബൈ സി ഒമേഗയ്ക്ക് പകരം E0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ E ഇസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി പ്ലസ് 5/2 എന്ന് കിട്ടി. E ഇസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി പ്ലസ് 5/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ടിൻ്റെ എക്സ്പ്രഷൻ I is equal to I0 sin omega t ആണ്. ഈയുടെ ഇക്വേഷൻ E0 sin omega t plus 5/2. ദാറ്റ് മീൻസ് ദ അപ്ലൈഡ് EMF leads plus 5/2 അല്ലേ, leads the current by a phase 5/2 എന്ന് കിട്ടി. Instantaneous value of applied EMF is leading the current by a phase 5/2. ഓക്കെ, ഇനി ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? maximum value of voltage divided by maximum value of current E0 by A0. That is L omega minus 1 by C omega ആണ് സർക്യൂട്ടിലുള്ള ഇഫക്റ്റീവ് ഓപ്പോസിഷൻ വരുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ദി ഇമ്പിഡൻസ് ഇൻ LC സീരീസ് സർക്യൂട്ട്. LC സീരീസ് സർക്യൂട്ടിലെ ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ ആണിത്. L omega minus 1 by C omega. ഈ എക്സ്പ്രഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ റെസൊണൻസ് അങ്ങനത്തെയുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ അതിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള റിലേഷനാണ്. സോ ഇഫക്റ്റീവ് ഇമ്പിഡൻസ് ഈസ് L omega minus 1 by C omega, which is the impedance of LC series circuit. അപ്പോൾ LC series circuitലെ phase relation പറഞ്ഞു, impedance പറഞ്ഞു. Now ഇവിടെ ശ്രദ്ധിക്കുക വെക്ടർ ഡയഗ്രം. വെക്ടർ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ I is I0 sin omega t, which is the reference axis. പിന്നെ ഈ സർക്യൂട്ടിൽ ആരാണുള്ളത്? ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് 5/2 അല്ലേ. അപ്പോൾ കറണ്ടിനെ അപേക്ഷിച്ച് 5/2 റേഡിയൻ ലീഡ് ചെയ്തിട്ട് ആര് വരയ്ക്കണം? ഒരു വോൾട്ടേജ് വരയ്ക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു VL. വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് 5/2. VL എന്ന് പറയുന്ന കാരണം എന്താണ്? ഏതൊരു സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ? അത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കണ്ടീഷനാണ്. കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് 5/2. കറണ്ട് 5/2 വോൾട്ടേജിനേക്കാളും 5/2 റേഡിയൻസ് വോൾട്ടേജിനേക്കാളും ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നതല്ലേ, കറണ്ടിനേക്കാളും 5/2 റേഡിയൻസ് ലാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ലാഗിങ് ആകുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി, എത്രയാണ് ആംഗിൾ വെച്ചാൽ അത്രയും ഡിഗ്രി തിരിക്കുക. അപ്പോൾ 5/2 ആയതുകൊണ്ട് നേരെ താഴത്തേക്കായിട്ടാണ് ആര് വരുന്നത്? VC എന്ന് പറയുന്ന വോൾട്ടേജ് വരുന്നത്. ഓക്കെ, now effective EMF in LC circuit. LC circuit effective EMF എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ വരിക? ദാറ്റ് ഈസ് VL എന്ന് പറയുന്ന മുകളിലേക്കുണ്ട്, VC എന്ന് പറയുന്നത് താഴേക്കുണ്ട് അല്ലേ. അപ്പോൾ VL മൈനസ് VC ആണ് ഇഫക്റ്റീവ് വോൾട്ടേജ് ആയിട്ട് ഈ സർക്യൂട്ടിൽ ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഈസ് ഏത് ആക്സിസിലാണ് വരുന്നത്? നമ്മൾ പറഞ്ഞ എന്താണ്? എത്ര റേഡിയൻസ് ലീഡ് ചെയ്യുന്നതാണ്? 5/2 റേഡിയൻസ് ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ VL മൈനസ് VC ഈസ് along plus y direction. No, E is equal to VL minus VC, which is along plus y direction ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി വെക്ടർ ഡയഗ്രം. ഈ സർക്യൂട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം റെസിസ്റ്റൻസ് ഇല്ല അല്ലേ. റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പവർ ഫാക്ടർ എന്താണ്? 0 ആണ്. കാരണം നമുക്ക് ഇവിടെ എവിടെയും cos phi എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? പവർ ഫാക്ടർ വരുന്നത്. അതെങ്ങനെ? അതിൻ്റെ കാര്യം നമ്മൾ ഇനിയും
ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് നമ്മൾ വീണ്ടും പറയും എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 0 ആയിട്ടാണ് വരുന്നത് ഇൻ LC സീരീസ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫേസ് റിലേഷൻ പറഞ്ഞു, ഇമ്പിഡൻസ് പറഞ്ഞു, വെക്ടർ ഡയഗ്രം പറഞ്ഞു, പവർ ഫാക്ടർ പറഞ്ഞു. ഓക്കെ, so we have discussed LC and RC series circuits. Thank you.